ആവാസ കേന്ദ്രങ്ങളെ സംരക്ഷിക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് മേയർ ഒ സദാശിവൻ കോഴിക്കോട് കോട്ടൂളി തണ്ണീർത്തടത്തിൽ പാരിസ്ഥിതികം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ. കണ്ടൽ മരങ്ങളുടെ തൈ നട്ടുപിടിപ്പിച്ചും സരോവരം ബയോ പാർക്ക് പരിസരം ശുചീകരിച്ചും ബോധവൽക്കരണ ക്ലാസ് നടത്തിയുമാണ് പാരിസ്ഥിതികം പരിപാടി നടത്തിയത്. സരോവരം ബയോ പാർക്കിൽ നടന്ന ചടങ്ങ് മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. ആവാസ കേന്ദ്രങ്ങളെ സംരക്ഷിക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് മേയർ പറഞ്ഞു. നഗരത്തിലെ പട്ടണ പ്രദേശങ്ങളിലെ തിരക്കിലേക്കും ആഡംബരത്തിലേക്കും അല്ല മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്. ഇത്തരം ആവാസ വ്യവസ്ഥകൾ നിലനിൽക്കുന്ന പ്രദേശങ്ങൾ ഏതാണോ അവിടെ പോയി അല്പസമയം ചെലവഴിച്ചാൽ കിട്ടുന്ന മാനസികമായ ഒരു സുഖം എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ വലുതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നമുക്ക് കഴിയണം. ഇത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കാണാൻ നമുക്ക് കഴിയണം. സംസ്ഥാന സർക്കാർ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിന്റെ പിന്തുണയോടെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡന്റെയും CWRDMന്റെയും സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കോഴിക്കോട് ഡിവിഷന്റെയും സാങ്കേതിക സഹകരണത്തോടെ ദർശനം സാംസ്കാരിക വേദിയാണ് കോട്ടൂളി തണ്ണീർത്തടം ആവാസ വ്യവസ്ഥ ഹൃദയ സരസ് പാരിസ്ഥിതികം സംഘടിപ്പിച്ചത്. ദർശനം പ്രസിഡന്റ് P. സിദ്ധാർത്ഥൻ അധ്യക്ഷനായിരുന്നു. ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S. ജയശ്രീ, കോർപ്പറേഷൻ കൗൺസിലർ പ്രജിത രാജീവ്, MA ജോൺസൺ, VP ശ്യാംകുമാർ, ഡോക്ടർ മിഥുൻ വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ദർശനം പ്രവർത്തകരായ P. ജസിലുദ്ദീൻ, MN രാജേശ്വരി, TK സുനിൽകുമാർ, ഡഗ്ലസ് ഡിസിൽവ, കോട്ടൂളി തണ്ണീർത്തട സംരക്ഷണ സമിതി കൺവീനർ A. സത്യനാഥൻ, പാലാട്ട് റെസിഡൻഷ്യൽ കമ്മിറ്റി പ്രസിഡന്റ് PJ മാത്യു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ സംഘടിപ്പിച്ച സംസ്ഥാന